മരുഭൂമിയിലെ പ്രകാശോത്സവമാണ് മനാർ അബുദാബി. ദ്വീപുകളും തീരപ്രദേശവും കണ്ടൽക്കാടുകളുമെല്ലാം പ്രകാശത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന രാവുകൾ. 10,000-കണക്കിന് ആളുകളാണ് ഇത്തവണ മനാർ അബുദാബി കാണാൻ എത്തിയത്. ശബ്ദത്തിന്റെയും വെളിച്ചത്തിന്റെയും വിസ്മയങ്ങളിൽ അബുദാബി നിറഞ്ഞു നിന്ന രാവുകൾ. ദ്വീപുകളും തീരപ്രദേശങ്ങളുമെല്ലാം മിന്നിത്തിളങ്ങി. കഥ പറഞ്ഞ ദിവസങ്ങൾ. ലുലു ഐലൻഡ്, സാദിയാത്ത് ഐലൻഡ്, ജുബൈൽ മാംഗ്രോവ് പാർക്ക്, കോർണിഷ് എന്നിവിടങ്ങളിലായിരുന്നു ഇത്തവണത്തെ മനാർ അബുദാബി ഫെസ്റ്റിവൽ. സന്ദർശകരെ അമ്പരപ്പിച്ച 35-ലധികം കലാസൃഷ്ടികളാണ് മനാർ അബുദാബിയിൽ ഉണ്ടായിരുന്നത്. വിഖ്യാത കലാകാരന്മാർ രൂപകൽപ്പന ചെയ്ത ലൈറ്റ് ഇൻസ്റ്റലേഷൻ, പ്രൊജക്ഷനുകൾ, ശില്പങ്ങൾ തുടങ്ങിയവയെല്ലാം പല നിറങ്ങളിലും രൂപങ്ങളിലും നിറഞ്ഞു. ലേസർ ലൈറ്റ്, ഗ്ലാസ്, സ്റ്റീൽ, ഫൈബർ ഒപ്റ്റിക്സ് തുടങ്ങിയവ വെളിച്ച വിന്യാസത്തിൽ പുതിയ രൂപങ്ങളും ആശയങ്ങളും പങ്കിട്ടു. സന്ദർശകരുടെ ചലനമനുസരിച്ച് രൂപപ്പെടുന്ന പ്രകാശ വിന്യാസം കുട്ടികളുടെയും മുതിർന്നവരുടെയും കണ്ണുകളിൽ മറ്റൊരു പ്രകാശ ലോകം തീർത്തു. ജുബൈൽ ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ വെളിച്ച വിസ്മയങ്ങൾ പിറന്നത്. സന്ദർശകരുടെ ചിത്രങ്ങൾ വലിയ സ്ക്രീനുകളിൽ തെളിഞ്ഞു. പൂക്കളായി സന്ദർശകർ വിരിഞ്ഞു. ഇങ്ങനെയുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒരിക്കലും മറക്കില്ലെന്നാണ് ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തിയത്. നാലായിരത്തോളം ഡ്രോണുകൾ അണിനിരന്ന ആകാശക്കാഴ്ച സന്ദർശകർക്ക് പുതിയ അനുഭവം പകർന്നു. ജുബൈൽ ഐലൻഡിനെ താൽക്കാലിക ഔട്ട്ഡോർ ഗാലറിയാക്കി മാറ്റിയായിരുന്നു കുടുംബ വിനോദ കേന്ദ്രം ഒരുക്കിയത്. ഇവിടുത്തെ കാഴ്ചകളും മണൽപ്പാതകളും കണ്ടൽക്കാടുകളുമെല്ലാം മനാർ അബുദാബിയിലെ വേറിട്ട അനുഭവങ്ങളായി. അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന പബ്ലിക് ലൈറ്റ് ആർട്ട് എക്സിബിഷന്റെ 2ാം പതിപ്പിലേതായിരുന്നു ഈ കാഴ്ചകളെല്ലാം. 10 രാജ്യങ്ങളിൽ നിന്നുമുള്ള 15 കലാകാരന്മാർ കാഴ്ചകളുടെ മായപ്രപഞ്ചം തീർത്തു. ദ ലൈറ്റ് കോമ്പസ് എന്നതായിരുന്നു പ്രദർശനത്തിന്റെ പ്രമേയം. കാറ്റിനെ വെളിച്ചവുമായി സന്നിവേശിപ്പിച്ച വിസ്പേഴ്സ് മേളയിൽ കൂടുതൽ സന്ദർശകരെ ആകർഷിച്ചു. കാറ്റിന്റെ നേരിയ വ്യത്യാസം പോലും പ്രകാശവുമായി സമന്വയിപ്പിച്ച് പുതിയ കലാസൃഷ്ടിയൊരുക്കി. പ്രകാശം കൊണ്ടൊരുക്കിയ പിരമിഡ് പുതിയ ലോകം തീർത്തു. സന്ദർശകരുടെ പ്രതികരണങ്ങളാണ് പലയിടത്തും കലാസൃഷ്ടികൾക്ക് പുതിയ രൂപവും പൂർണ്ണതയും നൽകിയത്. ഇതുതന്നെയാണ് മേളയുടെ പ്രത്യേകതയായി മനാർ അബുദാബി സ്ഥാപകൻ ഡാനിയൽ ഇറേഗോയി എടുത്തു പറഞ്ഞത്. പ്രകൃതിയോട് ചേർന്നതായിരുന്നു കണ്ടൽ കാടുകൾക്കിടയിലെ സ്കൈവാർഡ് ഇൻസ്റ്റലേഷൻ. പ്രകൃതിയും വെളിച്ചവും മനുഷ്യരും ഭാവനയും ചേർന്ന കലാലോകം. കിലോമീറ്ററിലധികം വിസ്തൃതിയിലായിരുന്നു മനാർ അബുദാബിയിലെ മായ കാഴ്ച. മണിക്കൂറുകൾ ചെലവിട്ടാണ് ഓരോ സന്ദർശകനും ഈ കാഴ്ചകളുടെ ഭാഗമായത്. മേളയിലേക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചത് പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി. അലൈനിൽ അൽജിമി ഒയാസിസ്, അൽക്കത്താറ ഒയാസിസ് എന്നിവിടങ്ങളിലും പ്രകാശ വിസ്മയങ്ങൾ തീർത്താണ് മേള സമാപിച്ചത്.